ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില വാർത്തകളും അനുഭവങ്ങളും അറിയുമ്പോഴും കേൾക്കുമ്പോഴും അതൊരു അപരിചിതവും ചിലപ്പോൾ അതിശോക്തിപരമായി തോന്നാറുണ്ട്. ജീവിതത്തിൻ്റെ ഏതെല്ലാം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമാണ് തരണം ചെയ്യേണ്ടി വരുന്നത് എന്ന വേദനയിൽ കുതിർന്ന സാക്ഷ്യങ്ങൾ. ഗൾഫ് പ്രവാസത്തിൻ്റെ കണ്ണീരിൽ നനഞ്ഞ വഴിയോരങ്ങളിൽ ഇങ്ങനെ കുറേ ജീവിതങ്ങളുടെ നെടുവീർപ്പുകൾ കിടപ്പുണ്ട്. പ്രവാസം എന്നത് പലപ്പോഴും അസഹ്യമായ ഒട്ടേറെ അനുഭവങ്ങളിലൂടെയുള്ള തിക്തമായ യാത്രയായി മാറുകയാണ്. ദമാമിൽ നിന്നും MM9 നൽകുന്ന റിപ്പോർട്ട്. കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരം സ്വദേശി ചരുവള വീട്ടിൽ ജോർജ് സാമുവലിനെ ഇത് മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ കാലം. 2.5 വർഷം മുമ്പാണ് ജോർജ് സൗദിയിലെ നജറാനിൽ വീട്ടുവേലക്കായി എത്തുന്നത്. എന്നാൽ ജോർജിനെ കാത്തിരുന്നത് മനുഷ്യമുഖമില്ലാത്ത ലോകത്ത് ആടുകളെയും ഒട്ടകങ്ങളെയും നോക്കുന്ന ജോലിയായിരുന്നു. 800 റിയാൽ ശമ്പളം. പലപ്പോഴും തൊഴിലന്വേഷകരെ കുടുക്കിലാക്കുന്ന പ്രവണത ജോർജ് സാമുവലിൻ്റെ കാര്യത്തിലും സംഭവിച്ചു. വാഗ്ദാനം നൽകിയ ശമ്പളം ലഭിച്ചില്ല. എത്ര പ്രയാസപ്പെട്ടാലും ജോർജ് നിരാശനായി മാറുന്ന സ്വഭാവക്കാരനല്ല. കുടുംബം, ജീവിതം, തിരിച്ചു പോയാലുള്ള മോഹഭംഗം, ഏതൊരു ഗൾഫ് പ്രവാസിയെയും ഗൾഫിൽ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങൾ. എന്നാൽ സ്ഥിരോത്സാഹിയും കഠിനാധ്വാനിയുമായിരുന്ന ജോർജ് സാമുവലിന് 14 മാസത്തെ കഠിനാധ്വാനം സമ്മാനിച്ചത് ശാരീരിക അസ്വസ്ഥതകൾ മാത്രം. തനിക്ക് നാളിതുവരെ പരിചയമില്ലാത്ത തൊഴിലിനോട് മല്ലടിച്ച് തളർന്നപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നത് മാത്രമായിരുന്നു ഏക മാർഗം. ജോലിസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. ഉടമയുടെയും 8 സഹോദരങ്ങളുടെയും കണ്ണിൽ പെടാതിരിക്കാനായി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. രാത്രിയായപ്പോൾ നജ്റാൻ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു. ഏകദേശം 40 കിലോമീറ്റർ നടന്നാണ് ബസ് സ്റ്റാൻഡിലെത്തിയത്. അപ്പോൾ ജോർജിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തൻ്റെ അയൽവാസിയായ കരുണനെയായിരുന്നു. ഫോണിൽ വിളിച്ചപ്പോൾ ജുബൈലിൽ ആണെന്ന് പറഞ്ഞു. ജുബൈലിൽ എത്തിയ ജോർജ് 2 മാസക്കാലം ജോലികൾ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഹെർണിയയുടെ ശല്യം ആരംഭിച്ചത്. ഞാൻ ആ രാത്രി മൊത്തവും നടന്നു. ദഹാറിന് നജറാനിലേക്ക് നടന്നു. വണ്ടിക്കൊക്കെ കൈ കാണിച്ചിട്ടും വണ്ടിയൊന്നും നിർത്തുന്നില്ല. രൂപമൊക്കെ കണ്ടിട്ടാ. മുടിയൊക്കെ വളർന്നു, ദാടിയൊക്കെ വളർന്നു. മുടി മട്ടിക്കാൻ വന്ന് കൊണ്ടുപോകത്തില്ല. കണ്ടു കഴിഞ്ഞാൽ വേറെ ആളെ കാണിച്ചിട്ട് പറയും, കണ്ടോ അവർ കണ്ടോ മുടി വെട്ടാതൊക്കെ നടക്കുന്നത്, അങ്ങനെ നീ നടക്ക് എന്ന് പറയും. തന്നെ ഈ ദുർഘടാവസ്ഥയിൽ നിന്നും സഹായിക്കാൻ ഒരു മനുഷ്യസ്നേഹിയെങ്കിലും ഉണ്ടാവുമോ എന്ന പ്രതീക്ഷ. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെയാണ്. ഏത് അപകടാവസ്ഥയിലും കൈത്താങ്ങായി ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന അവരെ കാത്തു നിൽക്കുന്നുണ്ടാവും. ജുബൈൽ നവോദയയുടെ ജീവകാരുണ്യ പ്രവർത്തകനായ ഷാജി നിറമലിൻ്റെ സഹായത്തോടെ ജുബൈൽ ജനറൽ ആശുപത്രിയിൽ നിന്നും ചികിത്സ തേടിയെത്തി. താൽക്കാലികമായ മരുന്നുകൾ ശമനം നൽകുമ്പോഴാണ് മഞ്ഞപ്പിത്തം പിടിപെടുന്നത്. അസുഖം മൂർച്ഛിക്കുന്നതിന് മുൻപ് നാട്ടിലെത്തിക്കുക എന്നതായിരുന്നു കടമ. ഔട്ട് പാസ് ലഭിക്കുന്നതിനായി ജീവകാരുണ്യ പ്രവർത്തകനായ നാസ് വക്കത്തെ സമീപിച്ചു. അവശനായി തോന്നിയ ജോർജിനെ പരിശോധനയ്ക്കായി നാസ് വക്കം ദമാം മെഡിക്കൽ കോംപ്ലക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് ഒട്ടകങ്ങളിൽ നിന്നും ആടുകളിൽ നിന്നും ഉണ്ടാവുന്ന ബ്രൂസില്ല എന്ന രോഗം പടർന്നതായും ആന്തരിക അവയവങ്ങളെ പൂർണ്ണമായും ബാധിച്ചതായും കണ്ടെത്തിയത്. ഒരു 3 ദിവസം കൂടെയൊക്കെ കിടക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാം ഡോക്ടർമാർ. എനിക്ക് വയ്യാതാവുന്ന അനുസരിച്ച് ഞാൻ കവീലിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ശരീരത്തിന് വയ്യ, എനിക്ക് ആശുപത്രിയിൽ പോയി കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേറെ ഏതോ പൊട്ട് മരുന്ന് മേടിച്ചിട്ടുണ്ട്, ഗുളിക മേടിച്ചുകൊണ്ട് തന്നു. ഞാൻ കുറച്ച് കഴിച്ചു, കുറച്ചങ്ങ് കളഞ്ഞു. 2 തവണ ഹൃദയ ശസ്ത്രക്രിയ നടത്തുകയും കാർഡിയാക് പേസ് മേക്കർ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. പഴുപ്പ് നീക്കുന്നതിന് തലച്ചോറിലും ശസ്ത്രക്രിയ നടത്തി. വൃക്കകൾ പ്രവർത്തനരഹിതമായതിനാൽ 3 തവണ ഡയാലിസിസും വിധേയനായി. നോക്കുക, ഒരു തൊഴിൽ തേടി യാത്ര പുറപ്പെട്ട ഒരു മലയാളിയുടെ അവസ്ഥ. അപൂർവങ്ങളിൽ അപൂർവമായ രോഗമെന്നാണ് ഡോക്ടർമാർ ഇതിനെ പറയുന്നത്. ജോർജിൻ്റെ ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന ദിനങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് അർദ്ധ അബോധാവസ്ഥയിൽ കേൾക്കുമ്പോൾ തൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് മനസ്സിൽ കുറിച്ചിട്ടതായിരുന്നു. 4 മാസത്തോളമാണ് ആശുപത്രിയിൽ കഴിഞ്ഞത്. വലതുഭാഗത്തിന് അല്പം തളർച്ചയുണ്ടായി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചികിത്സാ സൗജന്യമാണ് ആശുപത്രി അധികൃതർ ചെയ്തത്. ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും നൽകിയ സേവനങ്ങളെക്കുറിച്ച് ജോർജിന് വാക്കുകളില്ല.
സാറാണ് എന്നെ ഈ നാട്ടിൽ നിന്ന് പാന് നാട്ടിലേക്ക് പാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നത്. ഞാനൊരു ദൈവപുത്രൻ പറയും, ദൈവത്തിൻ്റെ ഒരു മകൻ. ദൈവ മകനെ നാട്ടിലേക്ക് പാൻ. പരിചരണത്തിനും ചികിത്സയ്ക്കും പുറമെ ആശുപത്രി ജീവനക്കാരുടെ സഹായഹസ്തങ്ങൾ തേടിയെത്തി. വീട്ടുകാർക്ക് ചിലവിനുള്ള പണം അങ്ങനെ നീങ്ങുന്നു. ജുബൈയിൽ നിന്നും നവോദയയുടെ നേതൃത്വത്തിൽ ഷാജി നിലമേൽ 3 തവണയായി 40,000 രൂപ നാട്ടിൽ അയച്ചു കൊടുത്തതും ഓർമ്മിച്ചു. നാസ് വക്കത്തിൻ്റെ അവസരോചിതമായ ഇടപെടലാണ് അമ്മയും ഭാര്യയും 3 കുട്ടികളുമുള്ള കുടുംബനാഥനെ രക്ഷിക്കാനായത്. നാട്ടിൽ റബ്ബർ ജോലി ചെയ്തിരുന്ന ജോർജിന് ഇനി ഭാരിച്ച ജോലികൾ ചെയ്യാൻ കഴിയില്ല. എങ്കിലും ജീവിതം തിരിച്ചു കിട്ടിയ ആഹ്ലാദത്തിലാണ് ഈ 37 വയസ്സുകാരൻ. തർഹിയിൽ നിന്നും ഔട്ട് പാസ് എക്സിറ്റ് അടിച്ചു കിട്ടിയ ജോർജ് ബദർ അൽ റബീ നൽകുന്ന ടിക്കറ്റിൽ അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹൈദരാബാദ് സ്വദേശിയുടെ 2 വയസ്സായിട്ടും കണ്ണു തുറക്കാതെ ഉറങ്ങുന്ന ഒരു കുഞ്ഞിൻ്റെയും ആ കുഞ്ഞിനെ ഉറങ്ങാതെ പരിപാലിക്കുന്ന അമ്മയുടെയും കഥ പറഞ്ഞിരുന്നു. ഇപ്പോൾ സൗദിയിലെ ജുബൈയിൽ നിന്നും ഒട്ടകങ്ങളിൽ നിന്ന് വന്ന ബ്രൂസില്ല എന്ന രോഗം പിടികൂടിയ മലയാളിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ഗൾഫ് ജീവിതത്തിൻ്റെ വർണ്ണാഭമായ അന്തരീക്ഷത്തിനിടയിൽ ഇങ്ങനെയും ചില ജീവിതങ്ങൾ എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. മരുഭൂമിയിൽ നിവൃത്തി കേടുകൊണ്ട് ജീവിക്കേണ്ടി വന്ന ജോർജ് സാമുവലിന് നേരിടേണ്ടി വന്ന രോഗങ്ങളുടെ അവസ്ഥ. ബ്രൂസില്ല എന്ന് പറയുന്ന ഒട്ടകങ്ങൾക്കും ആടുകൾക്കും പശുവിനും വരുന്ന അസുഖമാണ് ഈ പാവം മനുഷ്യന് ബാധിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നും, അതായത് ഹൃദയം, കിഡ്നി തുടങ്ങി ശരീരത്തിന് ആന്തര അവയവങ്ങളൊക്കെ തന്നെ അതിനെ ബാധിച്ചു. മസ്തിഷ്കത്തിന്, ബ്രെയിനിന് ഓപ്പറേഷൻ വേണ്ടി വന്നു. ഇത്തരം ഒരു അവസ്ഥയിൽ കഴിയേണ്ടി വന്ന ജോർജ് സാമുവലിൻ്റെ ഈ അനുഭവം കണ്ടതിന് ശേഷം ഇതിൻ്റെ ആരോഗ്യപരമായ ശാസ്ത്രീയമായ ഈ രോഗത്തെക്കുറിച്ചുള്ള വിശകലനമാണ് അടുത്തത്. ഗൾഫ് ഫോക്കസ്, ഹെൽത്ത് ഫോക്കസ്. യഥാർത്ഥത്തിൽ ഈ ബ്രൂസില്ല എന്ന് പറയുന്ന അസുഖം എന്താണ്? എങ്ങനെയാണ് ഇത് ജോർജ് സാമുവലിനെ ബാധിച്ചത്? അത് എങ്ങനെയാണ് ആന്തര അവയവങ്ങളെ അത് എഫക്റ്റ് ചെയ്തത്? ബ്രൂസല്ല എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ബ്രൂസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഇതിനകത്ത് കുറേ വർക്ക് ചെയ്തത്. അപ്പോൾ ആ പുള്ളിയുടെ പേരിലാണ് ഈ ബ്രൂസല്ല അറിയപ്പെടുന്നത്. സാധാരണ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചെറിയൊരു മുറിവ് ഉണ്ടെങ്കിൽ ആ മുറിവ് വഴി ഈ ബ്രൂസല്ലയുടെ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാല് തിളപ്പിച്ച് കുടിക്കാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പാലിൽ നിന്ന് ഈ ബ്രൂസല്ലയുടെ ബാക്ടീരിയ അതിനകത്ത് ഉണ്ടെങ്കിൽ പാലിൽ നിന്ന് ഇൻഫെക്ഷൻ കയറിയതാവാം. ഒട്ടകവും ഇൻവോൾവ് ആണ്. ഒട്ടകം, പശു ഇതൊക്കെ സിമിലർ ഇതിനകത്ത് വരുന്നതാണ്. അതും ബ്രൂസല്ല എഫക്റ്റ് ചെയ്യുന്ന ആനിമൽസാണ്. ആനിമൽസിൽ നിന്നാണ് സാധാരണ നമുക്ക് ബ്രൂസല്ല വരുന്നത്. ഇതൊരു കോമൺ ഡിസീസാണോ? അതായത് ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും മാത്രമാണോ, അല്ലെങ്കിൽ ഇത് മറ്റ് തലങ്ങളിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, സാധാരണക്കാർക്ക് ഈ ഒട്ടകങ്ങളെ പരിപാലിക്കാത്ത അല്ലെങ്കിൽ അതുമായി ഇടപഴകാത്ത ആളുകൾക്ക് കൂടി ഇത് വരാൻ സാധ്യതയുണ്ടോ? ഇത് റെയറാണ്. ഒരു വർഷത്തിൽ ഏകദേശം 5 ലക്ഷം ആൾക്കാർക്കാണ് മൊത്തം വേൾഡിൽ ഇത് പറയപ്പെടുന്നത്, വരും എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് ബ്ലഡിൽ കയറിയിട്ട് ഇത് സെല്ലിനകത്തേക്ക് കയറും. സെല്ലിനകത്തേക്ക് കയറിയിട്ട് ഇത് യൂഷ്വലി എഫക്റ്റ് ചെയ്യുന്ന ജോയിൻസിനെ എഫക്റ്റ് ചെയ്യും. ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. എസ്പെഷ്യലി ബാക്കിലെ ജോയിൻറ്റ്സ്, കാലിൻ്റെ ജോയിൻറ്റ്സ്, അതിനൊക്കെ എഫക്റ്റ് ചെയ്യും. കുറേ നാളായിട്ടുള്ള ബ്രൂസല്ലയുടെ അസുഖമാണെങ്കിൽ ഇത് ചിലപ്പോൾ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്ത് വാൽവിന് പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഇദ്ദേഹത്തിന് അതുകൊണ്ടായിരിക്കണം അവർ ഓപ്പൺ ഹാർട്ട് സർജറി അവർ ചെയ്തത്. കിഡ്നി അത്ര കോമൺ ആയിട്ടില്ല, പക്ഷേ കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരാം. യൂറിനറി ഇൻഫെക്ഷൻ വരാം, കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരാം. ഈ രോഗം വന്നാൽ അത് ഏതെല്ലാം അവസ്ഥകളിലേക്ക്, അതായത് മരണത്തിലേക്ക് പോലും എത്തിക്കും ഉള്ള ഒരു രോഗമാണിത്. ഇത് എങ്ങനെയാണ് ജോർജ് സാമുവലിനെ ബാധിച്ചുണ്ടാവാൻ സാധ്യത? ഇത് സാധാരണ ബാക്ടീരിയ ആയതുകൊണ്ട് ഇൻഫെക്ഷനാണ് ഇത് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ പനിയാണ് സാധാരണയായിട്ട് കാണുന്നത്. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുപോലെ ഹാർട്ട് ഇൻവോൾവ് ആവാം. ഇദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വന്നിരുന്നു. ബ്രെയിൻ ചിലപ്പോൾ ഇൻവോൾവ് ആവാം. ബ്രെയിനിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ആപ്സസ് ഫോം ചെയ്യാം. പിന്നെ ജോയിൻറ്റ്സ് ഇൻവോൾവ് ആവാം. നല്ല ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാവാം. പിന്നെ സ്കിന്നിൽ ചിലപ്പോൾ റാഷ് വരാം, വയറിൽ പ്രോബ്ലംസ് വരാം. ഓൾമോസ്റ്റ് ഓൾ സിസ്റ്റംസ് ബോഡിയിലെ ബ്രൂസലിനെ എഫക്റ്റ് ചെയ്യാം. ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ മരുഭൂമികളിൽ മലയാളികൾ ഇങ്ങനെ ഒട്ടകങ്ങളെയും ആടുകളെയും പശുക്കളെയും മേയ്ക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, ജോലിയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു ഗുണപാഠം, ഒരു സന്ദേശമല്ലേ ഇത്? ജോർജ് സാമുവലിന് വന്നതുപോലുള്ള ബ്രൂസില്ല എന്ന് പറയുന്ന അസുഖം വരാൻ സാധ്യതയുണ്ട്. അതിനെന്താണ് കാരണം, അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ നിഗമനം കൂടി വന്നാൽ അത്തരം ആളുകൾക്ക് അതൊരു ഗുണകരമായി മാറില്ലേ? മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പാൽ എപ്പോഴും തിളപ്പിച്ചിട്ട് തന്നെ കഴിക്കണം.
ഇപ്പോൾ ഫ്രഷ് ആണ് റോ ആണെന്ന് വിചാരിച്ചിട്ട് അത് തിളപ്പിക്കാതെ കഴിക്കരുത്. എന്തെങ്കിലും അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പോകണമെങ്കിൽ അത് തിളപ്പിച്ചിട്ടേ കഴിക്കാവുള്ളൂ. ആടിൻ്റെ പാലാണെങ്കിലും ഒട്ടകത്തിൻ്റെ ആണെങ്കിലും പശുവിൻ്റെ ആണെങ്കിലും. 2, മീറ്റ് ഐറ്റംസ് കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് വേണം കഴിക്കാനായിട്ട്. 3, എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും കട്ടോ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ട്രീറ്റ് ചെയ്ത് ഒരു പ്ലാസ്റ്റർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. അത് ഓപ്പണായിട്ട് വെക്കരുത്. എന്തെങ്കിലും പനിയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഉടനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രൂസെല്ല എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് പാലിൽ കൂടെ വരുന്നതാണ്, മീറ്റിൽ കൂടെ അത് വരാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. പാലെപ്പോഴും തിളപ്പിച്ച് കഴിക്കുക, മീറ്റ് എപ്പോഴും വേവിച്ച് കഴിക്കുക. ഇതാണ് പറയാവുന്ന ഒരു മെസ്സേജ്. മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ 4ാമത് ചാനൽ ഗൾഫ് പ്രവാസികൾക്കിടയിലുള്ള ചാനൽ കൈരളി അറേബ്യ പ്രക്ഷേപണം ആരംഭിച്ചു. അബുദാബി ആംഡ് ഫോഴ്സ് ക്ലബ്ബിൽ നടന്ന ഉദ്ഘാടന ചടങ്ങും അനുബന്ധമായി നടന്ന സെമിനാറും ശ്രദ്ധേയമായി. കൈരളി അറേബ്യയെക്കുറിച്ചുള്ള പ്രവാസി മലയാളികളുടെ പ്രതികരണങ്ങളിലേക്ക്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ പുതിയ ചാനലായ കൈരളി അറേബ്യ ഗൾഫ് മലയാളികളുടെ കുടുംബ സദസ്സുകളിൽ പ്രിയങ്കരമാകുന്നു. കൈരളി അറേബ്യ പുതിയ സമീപനവും പുതിയ അനുഭവമാണെന്ന് പ്രവാസി കുടുംബങ്ങൾ അഭിപ്രായപ്പെട്ടു. കൈരളി അറേബ്യ പുതിയ ചാനൽ തുടങ്ങിയതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. കാരണം അത് പ്രവാസികളെ ഉദ്ദേശിച്ച് തുടങ്ങിയതായതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കൈരളി അറേബ്യ പുതിയതായി തുടങ്ങിയതിൽ. നമ്മളുടേതെന്ന് പറയാൻ ഒരു ചാനൽ നാട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ അറിയാൻ പറ്റും. അങ്ങ് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളും വാർത്തകളും ഒക്കെ അറിയാൻ പറ്റും. ഒരുപാട് പ്രതീക്ഷയുണ്ട് ചാനലിൽ. 14 രാവ് പോലെ അറിവാകും വെണ്മതൂകി സമഭാവ പൊരുളിനാലെ നിവരുന്നീ പുണ്യഭൂമി തീരാ കഥ പാടിടും ശതരാവിൻ നാടരേബ്യ. ഏറെ കാത്തിരുന്ന കൈരളി അറേബ്യ യാഥാർത്ഥ്യമായതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് ഷാർജയിലെ ഈ കുടുംബം പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് കൈരളി അറേബ്യ വന്ന് കണ്ട്. നല്ല നല്ല പ്രോഗ്രാമുകളാണ് അതിലുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നല്ലതായിട്ടുണ്ട്. പിന്നെ വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമുകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും നല്ല നല്ല പ്രോഗ്രാമുകളും ന്യൂസുകളും ഒക്കെ പുതിയ രീതിയിലാണ് ഇപ്പോൾ കൈരളി അറേബ്യയിൽ വന്നിട്ടുള്ളത്. ഏറെ ആകർഷകമായ പരിപാടികളാണ് കൈരളി അറേബ്യയിലുള്ളതെന്ന് പ്രവാസി മലയാളികൾ പറയുന്നു. വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് കാണാൻ കഴിയുന്ന ചാനലാണ് കൈരളി അറേബ്യ എന്ന് കുടുംബിനികൾ അഭിപ്രായപ്പെട്ടു. നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അത് കൈരളി അറേബ്യ വന്നത്. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിരുന്നു. ഇപ്പം മകൻ വെച്ച് തരുകയും ചെയ്തു. അപ്പോൾ കണ്ടു. ഇഷ്ടമായിട്ടുണ്ട് ഒരുപാട്. ഇനി നന്നാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൈരളി അറേബ്യയിൽ ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള വാർത്തകൾ ആകർഷകമാണെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. കൈരളി TV സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് 10:30-ക്കുള്ള വാർത്ത കാണാറുണ്ട്. അതൊരു നല്ല ഗൾഫിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാറുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം കൈരളി അറേബ്യ വന്നതോടെ അതിനകത്ത് സ്പോർട്ട് ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കൈരളി TVയിലെ പട്ടുറുമാൽ പോലെ ഒട്ടുമിക്ക പരിപാടികളും ഗൾഫ് മലയാളികൾക്കിടയിൽ പ്രിയങ്കരമാണെന്നും കൈരളി അറേബ്യയിലൂടെ ഇത്തരം പരിപാടികൾ കാണാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ കുടുംബം അഭിപ്രായപ്പെട്ടു. കൈരളി അറേബ്യ കൂടെ വന്നതിൽ ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന നല്ല നല്ല പ്രോഗ്രാംസ് അതിൽ കാണാറുള്ളതാണ്. ഇനിയും അത് ഒരുപാട് ഉയരത്തിലും വിജയത്തിലും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇപ്പോൾ ആഗ്രഹിക്കുകയും കൂടി ചെയ്യുകയാണ് നല്ല പ്രോഗ്രാംസ് അതിലുണ്ടാവട്ടെ എന്ന്. കുട്ടികളും കൈരളി അറേബ്യയെ വരവേറ്റു. കൈരളി TV കാണാറുണ്ടായിരുന്നു. കൈരളി അറേബ്യ വന്നു, കണ്ടു, കുറേ ഇഷ്ടമായി.
നമ്മുടെ നെഞ്ചോട് തന്നെ നമ്മൾ ചേർക്കുന്ന കേരള ചാനലിന് നമ്മളെ പ്രവാസികളൊരു സഹോദര ചാനലായിട്ട് നമ്മൾ കൈരളിനെ കാണുന്നു. എല്ലാ പ്രോഗ്രാമും എല്ലാ വാർത്തകളും എല്ലാം നല്ല ചാനലാണ്. പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, മമ്മൂട്ടി എല്ലാം മുന്നേ വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു, വളരെ വിജയിച്ച നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഞങ്ങളുടെ സപ്പോർട്ട് പ്രവാസികളുടെ എല്ലാ പ്രവാസികളുടെ സപ്പോർട്ട് തീർച്ചയായും കേരള ചാനലിനുണ്ടാവും. അടുത്തത് ഗ്രീൻ ഫോക്കസ്. UAE ദെയ്ദിലാണ് ഗ്രീൻ ഫോക്കസിൻ്റെ സംഘം എത്തിയത്. ഇവിടെ വില്ലകളിൽ കൃഷി ചെയ്യുന്ന ഒട്ടേറെ പ്രവാസി മലയാളികളുണ്ട്. പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും കൃഷി ചെയ്യുന്നവർ. കൃഷിയിൽ ഇവർ ഏറെ സംതൃപ്തരാണ്. വിഷമുക്തമായ പച്ചക്കറികൾ എന്നതിനപ്പുറം പ്രിയപ്പെട്ട ഒരു വിനോദ ഉപാധി കൂടിയാണ് ഇവർക്ക് കൃഷി രീതികൾ. ദെയ്ദിലെ സുഹൃത്തുക്കളായ അഷ്റഫും സൈഫുദ്ദീനും ഒരുക്കിയ കൃഷിത്തോട്ടത്തിലാണ് ഇന്ന് ഗ്രീൻ ഫോക്കസ് ഉള്ളത്. കൃഷി രീതികൾ ഏത് തലമുറയ്ക്കും ഒരു ആവേശം തന്നെയാണ്. നാട്ടിൽ പാടത്തും പറമ്പിലും കൃഷി ചെയ്തിരുന്ന പ്രവാസി മലയാളികൾ കടൽ കടന്ന് ഇവിടെ എത്തുമ്പോഴും നമ്മുടെ പാരമ്പര്യത്തെ കൃഷിരീതികളെ കൈവിടുന്നില്ല. ഉള്ള സ്ഥലത്ത് അത് ഫ്ളാറ്റിലെ ബാൽക്കണിയോ വില്ലയോ എന്തുമാകട്ടെ, അവിടെ കഴിയാവുന്ന രീതിയിൽ കാർഷിക വിളകൾ നട്ടുവളർത്തുന്നു. ദെയ്ദിൽ താമസിക്കുന്ന ചെറുപ്പക്കാരായ 2 പ്രവാസി മലയാളികൾ, മലപ്പുറം കൂരട സ്വദേശി അഷ്റഫും മാണൂർ സ്വദേശി സൈഫുദ്ദീനും. കൃഷി ഇവർക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഇവർ താമസിക്കുന്ന വില്ലയോട് ചേർന്ന സ്ഥലം ഒരു കൃഷിത്തോട്ടമാക്കി മാറ്റിയെടുത്തു. കഴിയാവുന്നത്ര കാർഷിക വിളകൾ ഇവിടെ ഒരുക്കിയെടുത്തിരിക്കുന്നു. കൃഷിയിൽ നേരത്തെ ഉണ്ടായിരുന്ന താല്പര്യത്തെ പ്രവാസ ലോകത്തും അഷ്റഫ് നട്ടുവളർത്തിയപ്പോൾ ഇവിടെയും കൃഷിത്തോട്ടം യാഥാർത്ഥ്യമായി. പണ്ടേ ഞങ്ങൾക്ക് കൃഷിയിൽ താല്പര്യം രണ്ടുപേരും. പിന്നെ ആദ്യം കൗതുകത്തിന് വേണ്ടി തുടങ്ങി ഞങ്ങൾ. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾക്ക് ചെറുതായിട്ട് നമുക്ക് വളരെ വിഷവിമുക്തമായിട്ട് ഭക്ഷണം അത് കിട്ടുന്നുള്ള വലിയ കാര്യമാണല്ലോ. ഇന്നിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ. ഞങ്ങളിവിടെ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ മല്ലിച്ചപ്പൊക്കെ കറി ഭാഗമായിക്കൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്ത് അതിനകത്ത് ഇടാം. രാസവളങ്ങൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കണില്ല. പശുവിൻ്റെ ചാണകം, പിന്നെ ഇവിടെ കോഴിയുടെ വേസ്റ്റ്, അതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. രാസവളങ്ങൾ ചെറുതായിട്ട് യൂറിയ എല്ലാം കൊടുക്കാറുണ്ട്, അല്ലാതെ കൂടുതൽ രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കണില്ല. കൃഷിയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ. താറാവ്, പ്രാവ്, മുയൽ തുടങ്ങിയ പക്ഷിമൃഗാദികളെയും ഈ ചെറുപ്പക്കാർ വളർത്തുന്നു. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഈ കൃഷിത്തോട്ടം കാണാൻ ഇവിടെ എത്തുന്നത്. ചെറുപ്പക്കാരായ പ്രവാസി മലയാളികൾക്ക് ഒരു മാതൃക കൂടിയാണ് അഷ്റഫും സൈനുദ്ദീനും. വിഷമുക്തമായ പച്ചക്കറികൾ എന്നത് യാഥാർത്ഥ്യമാക്കാൻ ഈ യുവതലമുറയുമുണ്ട്. നാട്ടിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ കോളുകളിൽ അധികവും ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായുള്ള അഭ്യർത്ഥനകളാണ്. കിഡ്നി അസുഖം ബാധിച്ചവർ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, വീടില്ലാത്തവർ, വിധവകൾ, ഗൾഫിൽ കാണാതായവർ, ഇങ്ങനെ ഒട്ടേറെ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവർ. അവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ എങ്ങനെ ലഭിക്കും? ആരോടാണ് ചോദിക്കേണ്ടത്? ഭർത്താവ് പെട്ടെന്ന് മരിച്ചു, വീടില്ല, കുട്ടികളെ പഠിപ്പിക്കണം, അവർക്കുള്ള സാമ്പത്തിക സഹായമില്ല, വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്കുള്ള സാമ്പത്തികമില്ല. ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ ആഴക്കടലിൽ ചെന്ന് പെട്ടവർ. അവർക്കായി എങ്ങനെ സാമ്പത്തിക സഹായം എത്തിക്കും? ഇതൊരു ചോദ്യമാണ്. ഗൾഫിലുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകർ ഗൾഫിലെ തന്നെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു.
നാട്ടിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ പരിഹരിക്കുന്നതിനുള്ള സംവിധാനമുണ്ടോ എന്നത് അറിയിക്കേണ്ടതുണ്ട്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.